ഇന്ന് നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണിത്. ഇത് തുടക്കമാണ്. ഇനി വീണ്ടും ഇതേ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നുവെച്ചാൽ ഒരു ചോദ്യോത്തര പങ്ക്തി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ ചാനൽസിൽ ദൂരദർശൻ തൊട്ട് ഏഷ്യനെറ്റ്, സൂര്യ, കൈരളി, അമൃത ഇതിലെല്ലാം തന്നെയും ചോദ്യോത്തര പങ്ക്തി തന്നെയായിരുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുത്തരം. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാട്സപ്പിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പോൾ ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞിരുന്നു. 1-2 വീഡിയോസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയധികം ചോദ്യങ്ങൾ എൻ്റെ വാട്സപ്പിൽ വന്നത്. അപ്പോൾ അത് വളരെ കോമൺ ആയിട്ടുള്ള പല ചോദ്യങ്ങളുമുണ്ട്. കോമൺ എന്ന് വെച്ചാൽ പലർക്കും ഒരേ പ്രോബ്ലംസാണ്. അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ കോമൺ പ്രോബ്ലംസ് ആകുമ്പം ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉപകാരപ്രദമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ ചോദ്യം വളരെയധികം ആൾക്കാർ കുറേ ഭാഗങ്ങളിൽ നിന്നും, കണ്ണൂരിൽ നിന്ന്, ഞാനിപ്പോൾ ആരുടെയും പേര് പറയുന്നില്ല, കണ്ണൂർ, കാസർഗോഡ്, ലണ്ടൻ, അയർലൻഡ്, USA, പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ വളരെയധികം പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയും ചോദിച്ചിരിക്കുന്നത് ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ വായിക്കാം. മാഡം, പ്രമേഹം 15 വർഷമായി. അപ്പോൾ 5 വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്നു. കാലുകളിൽ പെരുപ്പ്, തരിപ്പ്, മരവിപ്പ്. ക്രിയാറ്റിനിൻ 1.8, പിന്നെ ചിലർക്ക് 2 വരെ ആയിട്ടുണ്ട്. കാഴ്ച കുറയുന്നു. ഇത് പ്രധാനമായിട്ട് ഒരു ഗ്രൂപ്പിന്. അടുത്തത് പ്രമേഹമില്ല, പക്ഷേ കയ്യിലും കാലിലും തരിപ്പ്, മരവിപ്പ്. കൈയിനേക്കാൾ കൂടുതൽ കാലിലാണ് പെരുപ്പ്, തരിപ്പ്, മരവിപ്പ്. ക്രിയാറ്റിനില്ല, കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല. കൈകളിലും കാലുകളിലും പെരുപ്പും തരിപ്പും മരവിപ്പും മാത്രമാണ്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ പെരുപ്പും തരിപ്പും മരവിപ്പും. ഇത് ഈ പ്രമേഹമില്ലാത്തവർക്കൊരു 3 വർഷത്തിനകത്താണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കുറേ എന്താ പറയുക, ഒരു 3-4 വർഷമായിട്ട് നമ്മൾ ഈ കൊറോണയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ കുറേ ഇഷ്യൂസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് തികച്ചും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വൈറ്റമിൻ D കുറയുന്നു, ലിവറിനകത്ത് ഫങ്ഷനിങ് എബിലിറ്റി കുറയുന്നു. അപ്പോൾ അത് ആ ഒരു ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പ്രശ്നം എന്നുള്ളത് എനിക്ക് 100% മനസ്സിലായി. കാരണം ഈ ലിവർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറിയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ. അതിനകത്ത് വളരെയധികം എന്താ പറയുക ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് വെളിയിൽ കളയാനായിട്ട് അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ വളരെയധികം എൻസൈംസും ഹോർമോൺസും ഇമ്മ്യൂണോഗ്ലോബുലിൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ ഈ ലിവറിന് വളരെയധികം പ്രോബ്ലംസ് കൊറോണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കോമൺ ആയിട്ട് ഈ വൈറ്റമിൻ D കുറയുകയും അതുപോലെ ഈ ബിലിറൂബിൻ കൂടുകയും അതുപോലെ തന്നെ എൻസൈംസ് കൂടുകയും പിന്നെ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, മുഖം കറുത്ത് വരുന്നു, ശരീരം മെലിയുന്നു, മുടി കൊഴിയുന്നു, ഇങ്ങനെ അത് വളരെയധികം പേഷ്യൻസ് ആ ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നമ്മൾ ഇതിനെന്താണ് ചെയ്യാനുള്ള ശരിക്കൊരു മറുപടി എന്ന രീതിയിൽ എനിക്ക് ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രമേഹം അവിടെ നിൽക്കട്ടെ, അത് പലപ്പോഴും പറഞ്ഞതാണ്, മറ്റുള്ള പേഷ്യൻസ്, അതായത് പ്രമേഹമില്ലാതെ ഈ 3 വർഷത്തിനിടയ്ക്ക് പെരുപ്പ്, തരിപ്പ്, മരവിപ്പ് വന്നവർ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത്? ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ചില ആൻറ്റിബോഡി ടെസ്റ്റുകളാണ്. അത് പ്രത്യേകിച്ചും തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ട് ആൻറ്റിബോഡി ടെസ്റ്റുകൾ, വൈറ്റമിൻ D ടെസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആൻറ്റി-TG ആൻറ്റിബോഡി, ആൻറ്റി-TPO ആൻറ്റിബോഡി, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വളരെ പ്രധാനമായിട്ട് ചെയ്യണം. പിന്നെ ഈ എന്താ പറയുക, ഈ കാലിലേക്കുള്ള ഒരു കണ്ടക്ഷൻ സ്റ്റഡി ഉണ്ട്, കാലിലേക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എത്രത്തോളമാണ്, എത്ര ഇൻറ്റൻസിറ്റിയിൽ ഇതുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഡെഫിഷ്യൻസി, അതുപോലെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അതും കാണുന്നുണ്ട് വളരെ കൂടുതൽ. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു മൊഡാലിറ്റി നമുക്ക്
തയ്യാറാക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വരുന്നുണ്ട്, നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇതിനകത്ത് നമുക്ക് തീർച്ചയായും ഈ B1, B6, B12 ഇഞ്ചക്ഷൻ കൊടുക്കണം. അതുപോലെ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റ്സ് അതിനകത്തുണ്ട്, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഫുഡ് തെറാപ്പി ഞാൻ ഈ ഹോളിസ്റ്റിക് തെറാപ്പിയിൽ അവിടുത്തെ അലോപ്പതി ഡോക്ടറാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഫുഡ് തെറാപ്പി കൊടുക്കുകയും അതുപോലെ തന്നെ ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇതിനെ കുറച്ച് മാറ്റിയെടുക്കാൻ പര്യാപ്തമായ, അതായത് നെർവ്സിനെ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഈ ന്യൂറോപ്പതി കുറയ്ക്കാനുമുള്ള ചില ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവ അതിനോടൊപ്പം കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് വളരെ എഫക്റ്റീവാണ്. അതുപോലെ ബ്ലാക്ക് സീഡ് കരിഞ്ജീരകത്തിൻ്റെ ക്യാപ്സ്യൂള്, വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്പർ 1 ആണ്. അതിൻ്റെ ഒരു മസാജും അതുപോലെ തന്നെ ഉള്ളിൽ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചികിത്സാക്രമം നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഒരു അഡ്മിഷൻ്റെ ആവശ്യം ഇവർക്കുണ്ട്. അത് നമ്മൾ യൂഷ്വലി 12 മുതൽ 14 ദിവസം വരെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇപ്പം ഇത് ഞാൻ അന്ന് എനിക്ക് ക്വസ്റ്റ്യൻ അയച്ചവർ അവരിത് കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ എന്നെ വാട്സപ്പിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് കോമൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമായിട്ട്. പിന്നെ മറ്റേത് ഡയബറ്റിക് ന്യൂറോപ്പതി ആ പേഷ്യൻസിന് വളരെയധികം ടെസ്റ്റുകൾ, ഈ ആൻറ്റിബോഡി ടെസ്റ്റുകളല്ല ചെയ്യേണ്ടത്. അവർക്ക് ചെയ്യേണ്ടത് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് വേണം, HbA1c വേണം. അതായത് കിഡ്നിയുടെ ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കണം. അതിന് EGFR ഉണ്ട്, അത് ഗ്ലോമറുലോ ഫിൽട്രേഷൻ റേറ്റ് ഉണ്ട്, ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ഉണ്ട്. അതോടൊപ്പം യൂറിൻ മൈക്രോ ആൽബുമിനൂറിയ ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഡിയും LFTയും ഒക്കെ അതിനോടൊപ്പം അത് കൂടാതെയാണ് ഈ ടെസ്റ്റുകളെല്ലാം അവർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതോടൊപ്പം പിന്നെ എന്താ പറയുക, കണ്ണിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. കാരണം എല്ലാ ഓർഗൻസിനെയും ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഐ ടെസ്റ്റിങ് അത്യാവശ്യമാണ്. പിന്നെ കാലിനുള്ള നെർവ് കണ്ടക്ഷൻ സ്റ്റഡി മറ്റ് പേഷ്യൻസിന് ചെയ്തതുപോലെ തന്നെ അതിനുള്ള ടെസ്റ്റുകൾ ഇവർക്കും ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത്രയുമൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ്സിലേക്ക് വരാം. അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി ആകുമ്പോൾ ഡയബറ്റിസ്, അതായത് പ്രമേഹം അത്യാവശ്യം കൺട്രോൾ ചെയ്ത് വെക്കണം. അതിന് ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ് 5 ഇയേഴ്സായിട്ട് ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ് പലരും ഇപ്പം തന്നെ എനിക്ക് അവിടെ കുറേ പേഷ്യൻസ് കിടപ്പുണ്ട്. അവരുടെ ഇൻസുലിനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അവർ അബ്സല്യൂട്ട്ലി എന്താ പറയുക ഹാപ്പി ആൻഡ് ഹെൽത്തി എന്ന് തന്നെ പറയാം. ഷുഗർ വെൽ കൺട്രോൾഡ് ആണ്. അതോടൊപ്പം ഈ അവരുടെ അസുഖങ്ങളും, അത് ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അൾസറായിട്ടാണ്, കാലിൽ ക്രോണിക് അൾസറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ്സ്, സർജിക്കൽ ഇൻ്റർവെൻഷനുണ്ട്, സർജനുണ്ട്. നമുക്കൊരു നല്ല ഫേമസ് സർജനുണ്ട്, ഡോക്ടർ അസീം. അദ്ദേഹം അതൊക്കെ ഹാൻഡിൽ ചെയ്യും. അതുകൂടാതെ ഡയബറ്റീസിൻ്റെ ഡയറ്റ് ഡിവിഷനും അതുപോലെ തന്നെ മെഡിക്കൽ ഡിവിഷനും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കവറേജിൽ അത് ഹീൽ ആക്കി കൊടുക്കും. അത് ഒരു 3 വർഷം, 5 വർഷം, 10 വർഷം പഴക്കമുള്ള വ്രണങ്ങൾ വരെ നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അത് നമ്മൾ വളരെ വിതിൻ എ മാറ്റർ ഓഫ് ഒരു 2-3 മന്ത്സിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ചിലത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ വ്രണങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 2 വീക്സിനകത്ത് തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കിഡ്നിയുടെ പ്രശ്നത്തിൽ ഇപ്പോൾ ഇവിടെ തന്നെ ക്രിയാറ്റിൻ 1.8 to 2 എൻ്റെ LK ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിയാറ്റിനും കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം ചില ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അത് കൂടെ ഉള്ളിൽ കഴിച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നോർമലാക്കാൻ ഒരു പ്രയാസവുമില്ല ഈ ഒരു ലെവലിൽ. ഇതിന് ഈ ക്രിയാറ്റിൻ മുകളിലോട്ട് കയറി ഒരു 5, 6 ഒക്കെ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വരിക, ഇങ്ങനെ ക്രിയാറ്റിൻ ഒരു ഹൈക്ക് കാണുമ്പോൾ തന്നെ നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിഡ്നി ലെവലിലേക്ക്, കിഡ്നിയുടെ നോർമൽ ഫങ്ഷനിങ് കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവരെല്ലാവരും ആഹാരം കഴിക്കുന്നതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് നന്നായിട്ട് കുറയ്ക്കുകയും ഒരു ന്യൂട്രിയൻ ബേസ്ഡ് ഡയറ്റ് തന്നെയാണ് കഴിക്കേണ്ടത്. പ്രോട്ടീൻ ഇപ്പം ക്രിയാറ്റിനിൻ ഒരു 2-3-4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറയ്ക്കണം ഭക്ഷണത്തിൽ. എന്നാൽ ക്രിയാറ്റിൻ ഒരു 1-2 താഴെ നിൽക്കുകയാണെങ്കിൽ വളരെയധികം പ്രോട്ടീൻ്റെ റെസ്ട്രിക്ഷൻ ആവശ്യമില്ല. പിന്നെ പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ, പൊട്ടാസ്യം ഒരു 5.3 അങ്ങനെ വരുന്നെങ്കിൽ തീർച്ചയായും പൊട്ടാസ്യം കുറയ്ക്കാൻ വേണ്ടി ലീച്ച് ഔട്ട് ചെയ്ത് ഭക്ഷണം കഴിക്കണം. ലീച്ച് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ
ഒന്ന് തിളപ്പിച്ച് ഊറ്റുക എന്ന്. വെള്ളം ആദ്യം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് വേണം സാലഡ് കഴിക്കാനും അതുപോലെ തന്നെ പച്ചക്കറികൾ കഴിക്കാനും. പ്രധാനമായിട്ട് ലോ പൊട്ടാസ്യം കണ്ടെയ്നിങ് ഫുഡ്സ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ തീർച്ചയായും നമ്മളുടെ ഭക്ഷണത്തിൽ പൊട്ടാസ്യം കുറഞ്ഞ ഭക്ഷണങ്ങൾ നോക്കി, അതായത് ഇലക്കറികൾ അധികം കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ മസാലകളുണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അവയൊക്കെ തന്നെ, മല്ലിപ്പൊടിയൊക്കെ തന്നെ പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലാണ്. അവ ഒക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ അതിന് പകരം പച്ചമുളക് ഉപയോഗിക്കുക. പിന്നെ പച്ചക്കറികൾ എല്ലാം ഏകദേശം കഴിക്കാൻ പറ്റും, പക്ഷേ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ സാധാരണയുള്ള മുരിങ്ങയില ഒഴിവാക്കുക. റാഗിയുടെ ഭക്ഷണം കഴിക്കാം, കുഴപ്പമില്ല, പക്ഷേ ഗോതമ്പ് നന്നായിട്ട് ഒഴിവാക്കുക. പിന്നെ പാലുൽപ്പന്നങ്ങൾ കുറച്ചുകൊണ്ട് തേങ്ങയ്ക്കും പൊട്ടാസ്യം കൂടുതലാണ്. അപ്പോൾ തേങ്ങ തന്നെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തേങ്ങാപ്പീര എടുക്കുക. പാലൊന്ന് കുറച്ച് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തേങ്ങാപ്പീര ഉപയോഗിച്ചിട്ട് തോരനും അവിയലുമൊക്കെ കഴിക്കാം. അത് കൂടുതൽ ഫൈബർ കണ്ടൻ്റ് ഉള്ളത് തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തിൽ കുറച്ച് ക്രമീകരണങ്ങൾ അത്യാവശ്യമാണ്. അത് ലോങ് ടേം ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടും. മുട്ട കഴിക്കാം, അതുപോലെ മീൻ കഴിക്കാം. അത് ക്രിയാറ്റിൻ കണ്ടൻറ്റ് നോക്കിയിട്ട് വേണം. അതിനകത്തൊരു റെസ്ട്രിക്ഷൻ, അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ലെവലുണ്ട്, അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഭക്ഷണത്തിൽ പറയാനുള്ളത്. പിന്നെ തീർച്ചയായും ഈ ഒരു തരിപ്പ് മരവിപ്പ് മാറണമെങ്കിൽ 100% അഡ്മിഷൻ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ അത് ചികിത്സകളാണ് ചെയ്യേണ്ടത്. അപ്പം ചികിത്സകൾ ചെയ്യുന്നതുകൊണ്ട് തെറാപ്പീസ് ആർ ബീങ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മെഡിക്കേഷൻ. അപ്പോൾ മരുന്നുകളേക്കാൾ കൂടുതൽ നമുക്ക് തെറാപ്പികളായതുകൊണ്ട് അഡ്മിഷൻ ആവശ്യമാണ്. തെറാപ്പി ചെയ്യാനായിട്ട് അഡ്മിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അത് മാക്സിമം 2 ആഴ്ച മതിയാവും. അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഇതിനനുസരിച്ച് എനിക്ക് നിങ്ങളുടെ റിപ്ലൈ എനിക്ക് അയക്കാം. അതനുസരിച്ച് ഞാൻ അതിന് പകരം റിപ്ലൈ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.